നമസ്കാരം. പി കെ ശശിയുടെ തീവ്രത ഇനി വി ഡി സതീശൻ അളക്കട്ടെ എന്ന് പാലക്കാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞ വാചകങ്ങളാണ് ഇത്. പി കെ ശശിയുടെ തീവ്രത എന്താണ്? കേരളം മുഴുവൻ കാലങ്ങളായി കൊണ്ടാടിയ, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ആഘോഷിച്ച പി കെ ശശിയുടെ തീവ്രത ഇനി ആ തീവ്രത ശുദ്ധമായ തീവ്രതയായി മാറുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു. പി കെ ശശിയെ CPM പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയുടെ മധ്യത്തിൽ നിൽക്കുകയാണ് നമ്മൾ. ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളിലേക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പോകുന്നത്. പി കെ ശശി കേരള രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സമീപകാല സംഭവങ്ങളുടെ മുഖ്യധാരയിൽ നേതൃത്വത്തോടെ നിൽക്കുന്ന ആളാണ്. എന്താണ് പി കെ ശശിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ? അദ്ദേഹത്തെ CPM ഒടുവിൽ പുറത്താക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള രാഷ്ട്രീയ ചലനങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും? പാലക്കാട്ടെ നേതാവാണ്, മണ്ണാർക്കാട്ടെ നേതാവാണ് പി കെ ശശി. CPM-നെ സംബന്ധിച്ച് ഇത്രയധികം തലവേദന ഉണ്ടാക്കിയ ഒരു നേതാവില്ല എന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം CPM-നെ എക്കാലത്തും സമീപത്തെ ഒരു 1.5 ദശകമായി പലവിധ പ്രശ്നങ്ങളിലൂടെ എക്കാലത്തും CPM-ന് ഡാമേജ് ഉണ്ടാക്കും വിധത്തിൽ മാധ്യമ ആഘോഷം നടത്തപ്പെട്ട ഒരാളാണ് പി കെ ശശി. അദ്ദേഹത്തിനെതിരെ DYFI-യുടെ ഒരു വനിതാ നേതാവ് ലൈംഗിക ചുവയോടെ പെരുമാറിയതിലുള്ള ആരോപണം പാർട്ടിയിൽ ഉന്നയിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. ആ അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കുന്നു. എന്നിട്ട് CPM-ന്റെ ഒരുപക്ഷെ അസാധാരണമായ നിലയിൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു 6 മാസത്തേക്ക്. പിന്നീട് അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെടുന്നു. പാലക്കാട്ട് നിന്ന് തന്നെ ഉയർന്ന നിരവധി പണം വെട്ടിപ്പ് ആരോപണങ്ങളുടെ തുടർച്ചയായി അതിനെയും പാർട്ടി അന്വേഷിച്ച് അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്നു. ഒടുവിൽ അദ്ദേഹം ATDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ ഒരു കാലഘട്ടം മാധ്യമങ്ങളും പ്രതിപക്ഷവും പി കെ ശശിയെ എങ്ങനെ നേരിട്ടു എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളമാണ്. പി കെ ശശിക്കെതിരെ ഒരുപക്ഷെ പാർട്ടിക്ക് പുറത്ത് പോലീസിലോ മറ്റ് നിയമ നടപടികളിലേക്ക് ഒന്നും കടക്കാൻ താല്പര്യമില്ലാത്ത ഒരു നേതാവ് ആഭ്യന്തരമായി നൽകിയ പരാതി അതിൻ്റെ ഗൗരവത്തോടെ നടപടിക്ക് വിധേയമാക്കും വരെയുള്ള അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. ആ സാഹചര്യത്തിൻ്റെ തുടർച്ചയായി നമ്മൾ കേരളത്തിൽ കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ കേസുകൾ നിരന്തരം വരികയും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഏതറ്റം വരെ പോയി എന്നും ഒടുവിൽ കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുന്ന ഘട്ടം വരെ കാത്തിരുന്നതിന് ശേഷം പുറത്താക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടാണ്. എന്നാൽ നടപടി ആ നിലയിൽ പോയ സാഹചര്യമല്ല CPM-ൽ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. നിരന്തരം പാർട്ടി അദ്ദേഹത്തിനെതിരായ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ പീഡനത്തിൻ്റെ തീവ്രത കുറഞ്ഞതുകൊണ്ട് നടപടി വേണ്ട എന്നൊക്കെ പറഞ്ഞു പ്രയോഗിച്ചു എന്നൊക്കെയുള്ള വാചകങ്ങൾ ഉദ്ധരിച്ച് എന്ന പ്രയോഗം തന്നെ അദ്ദേഹത്തിനെതിരായ പീഡനാരോപണത്തിനുമായി ചേർത്ത് വെച്ച് പറഞ്ഞു. പിന്നീട് ഉണ്ടാകുന്ന എല്ലാ പീഡനാരോപണങ്ങളും തീവ്രതയുമായി ചേർത്ത് വെച്ചാണ്. ഇപ്പോൾ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കാതെ നിന്ന ഘട്ടത്തിൽ ന്യായീകരണത്തിനായി ഉപയോഗിച്ചിരുന്നത് CPM തീവ്രത കുറഞ്ഞു എന്ന് പറഞ്ഞ് പി കെ ശശിക്കെതിരായ നടപടി നീട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞാണ്. തീവ്രത കുറഞ്ഞ ആരോപണം എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെയാണ് നമ്മൾ ആ നടപടിയിലേക്ക് നിൽക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ട് നടക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു വലിയ വൈരുദ്ധ്യത്തിലാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ നിൽക്കുന്നത്. മറ്റൊരുപാട് പേർ പായിഷ പോറ്റി, VS-ന്റെ PA ആയിരുന്ന സുരേഷ് മുതൽ ഇപ്പോൾ കുഞ്ഞിഷനെ പയ്യന്നൂരിൽ നിന്ന് കുഞ്ഞിഷാട്ടിനെ വരെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം കാലുമാറ്റങ്ങൾക്കൊക്കെ അപ്പുറത്താണ് പി കെ ശശിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം. അത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന പ്രവർത്തകരുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. കാരണം നാളുകളായി കോൺഗ്രസ് കെട്ടിയുയർത്തിയ ഒരു ധാർമ്മിക ബോധത്തെ, അത് പി കെ ശശിയെ പ്രതിയാക്കിക്കൊണ്ടുള്ള, അദ്ദേഹത്തെ വില്ലനാക്കിക്കൊണ്ടുള്ള ഒരു ധാർമ്മിക ബോധത്തെ മുഴുവൻ ചോദ്യം ചെയ്യുന്നതാണ്. കാരണം CPM കൃത്യമായ ഒരു നടപടിയിലേക്ക് പോയി. അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം ഇപ്പോൾ അതൃപ്തനായി തനിക്ക് ഇനിയൊന്നും രക്ഷയില്ല എന്ന് കണ്ട് അദ്ദേഹം അതിൽ നിന്നും വിട്ടുവരികയും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായ സമയത്ത് കോൺഗ്രസ് വഴി ഒരു സ്ഥാനാർത്ഥിത്വം തേടാൻ മുന്നോട്ട് വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ ഇതുവരെ CPM-നെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഒരു ആയുധം അവരിലേക്ക് എത്തുകയും അതിൻ്റെ ബാധ്യത അവരെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലരും കാലുമാറി മറ്റൊരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മറ്റൊരു പാർട്ടിയിലേക്ക് പോകാറുണ്ട്. പല വിധത്തിലുള്ള സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടാണ്. ഇപ്പോൾ സമീപകാലത്താണ് പാലക്കാട് P. സരിൻ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോൺഗ്രസിൽ നിന്നും CPM-ലേക്ക് വന്ന് സ്ഥാനാർത്ഥിയായത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാധാരണ രാഷ്ട്രീയ വർത്തമാനങ്ങളിലെ ധാർമ്മികതയ്ക്കപ്പുറത്ത് ഒരു സ്ത്രീയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് നടപടിയുണ്ടായ ഒരാളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച്
തലേന്നാൾ വരെ പറഞ്ഞതിൻ്റെ ഒക്കെ കാര്യങ്ങളെ മറന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള പ്രതിസന്ധിയിലേക്കാണ് UDF പോകുന്നത്. VD സതീശൻ തീവ്രത അളക്കട്ടെ എന്ന് സുരേഷ് ബാബു പറഞ്ഞതിൻ്റെ അർത്ഥവും അതാണ്. ഇനി അങ്ങോട്ട് ഈ തീവ്രതയുമായി ബന്ധപ്പെട്ട നിരന്തരാവർത്തനങ്ങൾ ഇനി അതിൻ്റെ ആഭ്യന്തരമായ കാര്യമായി മാറും എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ പ്രധാനമായി നോക്കാം. ഈ PK ശശി ഏറ്റവും ഒടുവിൽ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുമുമ്പ് സസ്പെൻഷനും അതിനുശേഷം തരംതാഴ്ത്തലുമായ 2 നടപടികൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ആ നടപടിയിലേക്ക് കൂടി എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് ഉണ്ടായത് എന്ന് നമ്മൾ പോവുകയാണ്. 2018 നവംബർ 27-ന് PK ശശിക്കെതിരായ നടപടി വന്നപ്പോൾ മനോരമ നൽകിയ വാർത്തയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. PK ശശിക്ക് CPM സസ്പെൻഷൻ 6 മാസം പുറത്ത് എന്ന തലക്കെട്ടിലാണ് മനോരമയുടെ വാർത്ത. സദാചാര വിരുദ്ധമായി പെരുമാറി എന്ന DYFI പ്രവർത്തകയുടെ പരാതിയിൽ PK ശശി MLA CPM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. മന്ത്രി AK ബാലനും PK ശ്രീമതി MP ഉൾപ്പെടുന്ന അന്വേഷണ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്താണ് കടുത്ത നടപടി സ്വീകരിച്ചത്. 6 മാസത്തിന് ശേഷം ഏത് ഘടകത്തിൽ പ്രവർത്തിക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കും. ശശി നിലവിൽ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. 6 മാസത്തേക്ക് CPM അംഗമല്ലെങ്കിലും പാർട്ടി നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ വിലക്കില്ല. നിയമസഭാ അംഗമായി തുടരാനും പാർട്ടിയുടെ തടസ്സമില്ല. ഷൊർണൂരിൽ നിന്നുള്ള MLA ആണ് ശശി. DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ യുവതി CPM കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കാണ് പരാതി നൽകിയിരുന്നത്. ശശി സഭ്യമല്ലാത്ത ടെലിഫോണിൽ സംസാരിച്ചു എന്നത് മാത്രമാണ് അന്വേഷണ കമ്മീഷൻ സ്ഥിരീകരിച്ചത്. ഒരു പാർട്ടി പ്രവർത്തകയോട് പാർട്ടി നേതാവിന് യോജിക്കാത്ത വിധം സംഭാഷണം നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് നടപടി എന്നാണ് സംസ്ഥാന കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ പറയുന്നത്. തീരുമാനം കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ നടപ്പാക്കും. പ്രവർത്തകർക്ക് ബോധ്യമാകുന്ന നടപടി വേണമെന്ന തീരുമാനപ്രകാരമാണ് സസ്പെൻഷന് ശുപാർശ സമർപ്പിക്കുന്നതെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ആമുഖമായി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ശിക്ഷ കടുത്തുപോയോ എന്ന ശങ്ക പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പ്രകടിപ്പിച്ചു. മറ്റുള്ളവർ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശയെ അനുകൂലിച്ചു. പരാതി വിഭാഗീയതയുടെ ഭാഗമായി ഉപയോഗിച്ചെന്ന ആരോപണം കമ്മീഷന്റെ തെളിവെടുപ്പിൽ ഉയർന്നെങ്കിലും അക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ല എന്ന് പ്രത്യേകമായി ഈ വാർത്ത വിശദീകരിച്ചുകൊണ്ട് മനോരമയിൽ പറയുന്നു. ഇനി രണ്ടാമത്തേത്, ആദ്യം ഈ നടപടി ഉണ്ടായി, സസ്പെൻഷൻ ഉണ്ടായി. ആ ടേം കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് പാർട്ടി നൽകിയില്ല. PK ശശിക്കെതിരെ പിന്നീട് കടുത്ത നടപടി MV ഗോവിന്ദൻ, കോടിയേരിയുടെ മരണാനന്തരം MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം കടുത്ത നടപടി സ്വീകരിച്ചു. എന്താണ് അത്? PK ശശിക്കെതിരെ കടുത്ത നടപടി, പാർട്ടി പദവികൾ നീക്കും, ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എന്നാണ് ഒരു വാർത്ത. മനോരമയിൽ തന്നെ വന്ന രണ്ടാമത്തെ വാർത്ത. അത് പിന്നീട് ആണ് വരുന്നത്. മുതിർന്ന CPM നേതാവ് PK ശശിക്കെതിരെ പാർട്ടി നടപടി, പാർട്ടിയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മാറ്റാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. CITU ജില്ലാ പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഈ പദവികൾ നഷ്ടമാകും. ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തും. വിഭാഗീയതയെ തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് ശശിയെ തരം താഴ്ത്തിയിരുന്നു. ശശിക്കെതിരെ ഉള്ള പരാതികളെക്കുറിച്ച് മനോരമ വാർത്തയിൽ പറയുന്നുണ്ട്. മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ ഉള്ള യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി ധനസമാഹരണവും ദുർവിനിയോഗവും നടത്തിയെന്ന പരാതി പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിച്ച് പരിശോധിച്ചു. CPM നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് 5.49 കോടി രൂപയാണ് ഓഹരിയായി സമാഹരിച്ചത്. പാർട്ടി അറിയാതെയായിരുന്നു ഈ ധനസമാഹരണം എന്നാണ് ആരോപണം. ഈ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നുവെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായി. അതിൻ്റെ തുടർച്ചയായാണ് നടപടി. വിഭാഗീയതയെ തുടർന്ന് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടതായി പാർട്ടിയുടെ തീരുമാനം വന്നതായി സൂചനയുണ്ട്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ലൈംഗിക പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് 6 മാസം ശശിയെ സസ്പെൻഡ് ചെയ്ത കാര്യം കൂടി ഈ വാർത്തയിൽ പറയുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ വാർത്ത. മൂന്നാമത്തേത്, PK ശശിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട വാർത്ത, ശശിക്കു വേണ്ടി നിന്നാൽ 14 ലക്ഷം പാർട്ടി കമ്മീഷൻ അന്വേഷിക്കുമെന്ന തലക്കെട്ടിൽ മനോരമ 2018 ഒക്ടോബർ 14 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ശശിക്കെതിരായി പാർട്ടി നടപടി സ്വീകരിക്കുമ്പം PK ശശിയും അദ്ദേഹത്തിന് അതുവരെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത മറ്റ് സ്വാധീന ശക്തികളും കൂടി ഈ പരാതി ഇല്ലാതാക്കാൻ വേണ്ടി എന്തുമാത്രം സ്വീകാര്യതയോടുകൂടി ഇടപെട്ടു, അന്നത്തെ പൊസിഷനിൽ നിന്ന് ഇടപെട്ടു എന്നുള്ള റിപ്പോർട്ടാണ്. അത് മനോരമയിലാണ് റിപ്പോർട്ട്. DYFI വനിതാ നേതാവിൻ്റെ പരാതിയിൽ പാർട്ടി അന്വേഷണം നേടുന്ന PK ശശി MLAക്ക് അനുകൂലമായി മൊഴി നൽകാൻ 14 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്ന ലോക്കൽ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ പാർട്ടി അന്വേഷിക്കും.
കഴിഞ്ഞ മാസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കാൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. അതായത് പുതുശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ശശിക്കെതിരെ ജില്ലയിലെ 5 നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്ന് കമ്മീഷന് മൊഴി നൽകണം എന്ന് ഒരു വ്യവസായി തന്നോട് ആവശ്യപ്പെട്ടെന്നായിരുന്നു പുതുശ്ശേരി ഏരിയ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറി വെളിപ്പെടുത്തിയത്. അതായത് 14 ലക്ഷം രൂപ കിട്ടും, അതിന് ബാങ്ക് വായ്പയോ തള്ളിയിട്ടോ അല്ലെങ്കിൽ പല ഇദ്ദേഹത്തിൻ്റെ അധികാര സ്വാധീനം ഉപയോഗിച്ച് ചെയ്യാം. എന്നാൽ തനിക്ക് അനുകൂലമായി ഇങ്ങനെ ചില കാര്യങ്ങൾ പാർട്ടിയിൽ മൊഴി നൽകണം എന്നാണ് PK ശശിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഭീഷണി അല്ലെങ്കിൽ നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് മനോരമയുടെ വാർത്ത. ഈ 3 വാർത്തകൾ മാത്രം മതി എന്താണ് ഒടുവിൽ അദ്ദേഹത്തെ തരം താഴ്ത്താൻ CPM ഇത്രമാത്രം കടുത്ത നടപടിയിലേക്ക് എത്താൻ കാരണമെന്ന് മനസ്സിലാക്കാൻ. ഇതിൻ്റെ തുടർച്ചയായി അദ്ദേഹം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ പാർട്ടിയിൽ നിന്ന് തിരിച്ചറിയുകയാണ്. അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം UDFിലേക്ക് പോകാനുള്ള പാത വിരിക്കുകയാണ്. CPMലെ അസംതൃപ്തരെയൊക്കെ കൂടെ ചേർത്ത് മുന്നോട്ട് പോകുന്നു. സഖാക്കളാണ്, കമ്മ്യൂണിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ നീണ്ട ലൈവുകൾ ചാനലുകളിൽ നമ്മൾ കാണുകയാണ്. ഇത് ഒരു അസാധാരണ സാഹചര്യമാണ്. CPMനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഡാമേജ് ഏത് മട്ടിലാണ് ഉണ്ടാവുക എന്നൊന്നും നമുക്കറിയില്ല. ഇങ്ങനെ ഒരാൾ അതിന് മാത്രം ഡാമേജ് ഉണ്ടാക്കാൻ അതിനകത്ത് പവർഫുൾ ആണോ അല്ലെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടോ എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഉണ്ടാകാനിടയില്ല, സാധാരണ ധാർമ്മികത വെച്ച് ഉണ്ടാകാനിടയില്ല. ഒരുപക്ഷെ പാലക്കാട് പാർട്ടിയെ സംബന്ധിച്ച് കാലങ്ങളായി ഉള്ള ഒരു തലവേദന ഒഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പാർട്ടിക്ക് കരുതാം. മുഖ്യധാര മാധ്യമങ്ങൾക്ക് പുതിയൊരു നായകനെ കിട്ടി എന്ന് അപ്പുറത്തും ആശ്വാസമാണ്. അങ്ങനെ 2 ഭാഗത്തും ആശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. UDFിന് ഒരു സ്ഥാനാർത്ഥിയായും കിട്ടി എന്നുള്ള ആശ്വാസം അവിടെയുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇപ്പുറത്ത് CPMൽ നിൽക്കുന്ന കാലത്ത് UDFിൻ്റെയും മാധ്യമങ്ങളുടെയും എല്ലാ അർത്ഥത്തിലും ഉള്ള മാലിന്യങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്ന ഒരാൾ, അതും സാധാരണ എന്തെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങളല്ല, ലൈംഗിക ആരോപണം മുതൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായ പണം വെട്ടിപ്പ് വരെയുള്ള ആരോപണങ്ങൾ, ഇതിൻ്റെയൊക്കെ തുടർച്ചയായി അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ ഉടനെ ധാർമ്മികതയുടെ നായക സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ജനം അതിനെ സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി അദ്ദേഹം വരുന്നു, സ്വതന്ത്രനായി വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കൂടി കേൾക്കുമ്പോഴുള്ള ഒരു കാണുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് അല്ലെങ്കിൽ ചളിപ്പാണ് ഇവിടെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക. എന്തായാലും ഇത്തരത്തിൽ പാർട്ടി CPM സംബന്ധിച്ച് ചുറ്റുപാടൊന്നും പല രീതിയിലുള്ള വെല്ലുവിളികളാണ്. G. സുധാകരനെ പോലെ വളരെ സ്വീകാര്യനായ ഒരാൾ അപ്പുറത്ത് നിന്ന് ഉയർത്തുന്ന വെല്ലുവിളി, ഇപ്പുറത്ത് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തീരുമാനിക്കപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു, അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതേ സമയമാണ് PK ശശിയെ പോലെ ഒരാൾ ഉണ്ടാക്കുന്ന വാർത്താ സാധ്യതയെ ഉപയോഗിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക്. ഇങ്ങനെ CPMനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട നിർണായക പോയിന്റിലാണ് നിൽക്കുന്നത്. അതിൽ PK ശശി മാറുമ്പോഴുള്ള ഒരു ചോദ്യം, UDFും മുഖ്യധാര മാധ്യമങ്ങളും അദ്ദേഹത്തെ ഇനി നായകനാക്കി വാഴ്ത്തി ഇന്നു മുതൽ പാടുന്ന ഘട്ടത്തിലുണ്ടാക്കുന്ന ചില ഉണ്ടാകുന്ന സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ നിങ്ങളോട് ഉന്നയിക്കാം എന്ന് മാത്രമാണ് വിചാരിച്ചത്. എന്തായാലും എല്ലാവർക്കും സന്തോഷമാണ്. CPMനെ സംബന്ധിച്ച് അദ്ദേഹം ഒഴിഞ്ഞു കിട്ടി എന്ന സന്തോഷം പ്രധാനമാണ്. അപ്പുറത്ത് കോൺഗ്രസിനും മാധ്യമങ്ങൾക്കും മുഖ്യധാര മാധ്യമങ്ങൾക്കും പുതിയതായ ഒരു നായകനെ കിട്ടി എന്നുള്ള സന്തോഷമാണ്. കുറച്ച് നാളിൽ ലൈവ് കൊടുക്കാനും വലിയ ഉദ്ധരണികൾ വാർത്തകളിൽ തലക്കെട്ടാക്കാനും ഒക്കെ പറ്റിയ ഒരാളാണ് PK ശശി. അങ്ങനെ പഞ്ചിങ്ങായ ഡയലോഗുകൾ മാധ്യമങ്ങൾക്കും UDFിനും വേണ്ടി നിരന്തരമായി അദ്ദേഹം ചൊരിയും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോഴും ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ 3 വാർത്തകൾ അവിടെ തലയുയർത്തി നിൽക്കും. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ PK ശശിയുടെ തീവ്രത ഡെയിലി അളന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് VD സതീശൻ്റെയും UDF നേതാക്കളുടെയും ഉത്തരവാദിത്തമായും അവിടെ നിൽക്കും എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണാം ബാക്കി. നന്ദി, നമസ്കാരം.